മുല്ലപ്പെരിയാർ ആറ് അത് പൊട്ടിയാൽ എന്ന് വേണ്ട, ഇവിടെ ഒന്നും ബാക്കി കാണില്ല. അത് പറയാൻ കാരണം എന്താ, ഇപ്പോൾ തന്നെ ഒരു ചെറിയ വെള്ളം വന്നപ്പോൾ എന്ത് സംഭവിച്ച്? ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി സാർ, നിങ്ങൾ ലോകത്തിൻ്റെ ഒരു രാജാവാണ്, എവിടെ പോയാലും അങ്ങനെയാണ്. നിങ്ങൾ ഈ കേരളം വന്നൊന്ന് കാണണം. അതുപോലെ അദ്വാനിയും വേണ്ടപ്പെട്ടെല്ലാം വന്ന്. പിന്നെ ഒരു കാര്യം, കേരളത്തിന് അനുവദിക്കാനുള്ള പൈസ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിരിക്കണം. നമ്മൾ നാക്കൊണ്ട് പൊട്ടില്ലേ അത് റെഡിയാക്കി ജനങ്ങളെ രക്ഷിക്കണേലാണ് ഊണ് ഉറക്കമില്ലാതെ എല്ലാവരും. ഈ മരത്തിനെ പോലെ തന്നെ എത്രയോ മരത്തിൻ്റെ പൊക്കത്തിലാണ് വെള്ളം വരുന്നത്. ഇപ്പോൾ ഉണർന്ന് വരുന്നത് തവളപ്പാറയും വയനാടാണ്. അതാണ് പറയാൻ വയ്യാത്തതും കേൾക്കാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണർന്ന് വരുന്നത് തവളപ്പാറയും വയനാടാണ്. പക്ഷേ അതൊന്ന് വന്നുപോയാൽ എന്താ പറയുക, ഈ മരത്തിൻ്റെ മുകളിൽ ആളിൽ നിന്ന് തൂങ്ങും. അതെങ്ങനെ തൂങ്ങുമെന്ന് ചോദിച്ചാൽ, ഈ മരത്തിനെ പോലെ തന്നെ എത്രയോ മരത്തിൻ്റെ പൊക്കത്തിലാണ് വെള്ളം വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഏത് സ്ഥലത്ത് എന്ത് കിടന്നാലും, തമിഴ്നാട് വെള്ളപ്പൊക്കത്തിന് പോയി, പ്രിയമുള്ളത് കള്ളം പറയെങ്കിൽ ഏതെങ്കിലും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുണ്ട് അന്വേഷിക്കുക. കേരളത്തിന് ആരും പോകാത്താണ് ഞാൻ പോയത്. തമിഴ്നാട് വെള്ളപ്പൊക്കത്തിന് നമ്മളന്ന് രജനീകാന്തിൻ്റെ ഫൈനാൻസിൻ്റെ പേരിൽ 28 ലക്ഷം രൂപയും തുണിമണികളാണ് അന്ന് കരുണാനിധിയുടെ കൈ കൊടുത്ത. അന്ന് സ്റ്റാലിൻ മേയറായിരുന്നു, ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഏതെല്ലാം സ്ഥലത്തുണ്ടെങ്കിൽ എൻ്റെ ജോലി ഇതാണ്. എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ പറയാൻ വന്നത്, മുല്ലപ്പെരിയാറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം ഒരു തണൽ എൻ്റെ ഭാര്യ മക്കളാണ്. ഞാൻ 5 പൈസ ഇപ്പോഴും പറയണം, 5 പൈസ ഒരാളെന്ന് പിരിച്ച് ഞാൻ ചെയ്യില്ല. പിന്നെ എൻ്റെ ചാനലുകാർ, മാധ്യമങ്ങൾ, വീഡിയോകൾ, അവരെയാണ് നമ്മൾ ആദ്യം പിടി മുത്തേണ്ടത്. കാര്യം എന്താ പറയുക, വയനാടും എന്താ പറയുക തവളപ്പാറയെ പോയ കൂട്ടത്തിലെ വെള്ളം കുടിക്കാതെ എത്ര എണ്ണമാണെന്നറിയാം സുഖമില്ലാതെ പോയ വീഡിയോ മാധ്യമങ്ങൾ. എവിടെ നിന്നറിയാം ഭക്ഷണം കൊണ്ടു കൊടുത്താൽ അതെല്ലാം പുക്ഷമായി ചില ആൾക്കാർ തള്ളുന്നു. അതെല്ലാം ഉണ്ടല്ലോ. ഇനിയൊരു വെള്ളപ്പൊക്കം നിങ്ങൾക്ക് വരാതെ സൂക്ഷിക്കുക. നിങ്ങൾ ഈ പറയുന്ന കണക്ക് 1 മണിക്കൂർ നിങ്ങളവിടെ പോയി നിൽക്കുമോ? 4 മണിയാകുമ്പോൾ തണുക്കാണ്. ഞാൻ പോയിട്ട് തിരിച്ചു പോയി അത് കാണണോ? ഇതാ വേണമെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണിക്കുക. സുഹൃത്തെ, ഇതൊന്ന് കാണിച്ചു കൊടുക്കും. ഇതാ, ഇതെൻ്റെ കാലാണ്. ഇതുപോലെ കാല് ഒരുപാട് എന്നെ കണ്ടാൽ അറിയില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളൊക്കെ പറയാനുള്ളത്, മുല്ലപ്പെരിയാർ ആറ് അത് പൊട്ടിയാൽ എന്ന് വേണ്ട, ഇവിടെ ഒന്നും ബാക്കി കാണില്ല. അത് പറയാൻ കാരണം എന്താ, ഇപ്പോൾ തന്നെ ഒരു ചെറിയ വെള്ളം വന്നപ്പോൾ എന്ത് സംഭവിച്ച്? ഇനി മറ്റൊരു സംഭവം വന്നാൽ ആളേക്ക് പൈസ കൊടുക്കാനില്ല. കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കുകയാണ്. ഗവൺമെൻറ്, ദൂരമുള്ളവർ, നമ്മളെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, സിനിമാ പ്രേമികൾ, ഇതെല്ലാം. പക്ഷേ ആദ്യമായിട്ട് ഈ ചാനലിൽ തുടങ്ങി വെച്ചത് ഞാനാണ്. എൻ്റെ ജോലി അതാണ്. അപ്പം ഞാൻ ഇത്രയും പറയുന്നതിൻ്റെ കാരണം, അന്ന് ഞാൻ മുല്ലപ്പെരിയാർ നിരാരം കിടക്കുമ്പോൾ നമ്മളെ കേരളത്തിൻ്റെ, നമുക്ക് രാഷ്ട്രീയമില്ല, BJPയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് അടുത്തിരുത്തി. അപ്പോൾ ഞാനും കൂടെ ഉണ്ടൊരു സുഖമാണ്. അങ്ങനെ ഞാൻ ഈ സ്പീഡിന് പോയപ്പോൾ ഇവരുടെ സ്നേഹം കണ്ട് ഞാൻ കയറി റോട്ടിൽ കിടന്നു. ഞാൻ ഫോട്ടോ ഈയിടയ്ക്ക് അതിൽ കൂടെ ഇടാൻ ഞാൻ. അങ്ങനെ ഉടനെ തന്നെ ഈ പാലത്തിൻ്റെ നടപടി കാണണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇത് പറഞ്ഞിട്ട് നേരെ മദ്രാസിൽ പോയി. രജനീകാന്ത് ഉദ്ഘാടനം ചെയ്ത് മുല്ലപ്പെരിയാർ ആറ്റിൻ്റെ പെർസലാൻ പറഞ്ഞപ്പോൾ ഇത് അവരുടെ കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ചെന്ന് കിടന്ന അവരെന്ത് ചെയ്യും, തമിഴന്മാരെല്ലാം കൂടെ എന്നെ കൊയ്യാൻ വന്നു. ഞാൻ പിന്നെ വിട്ടേന്നില്ല. ഞാൻ പറഞ്ഞു, കേരളം തമിഴ്നാട് എല്ലാം സഹോദരന്മാരാണ്, നിങ്ങൾ ഇപ്പിടിയെല്ലാം പേസിനാ, ഞങ്ങളെല്ലാം അപ്പടി ഇപ്പിടിയല്ല, ഞങ്ങളെല്ലാം ഒരു അൻപാലെ കാണുന്നതാ, നിങ്ങൾ എപ്പടി ചൊല്ലക്കൂടാതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഈ ലോകത്തുള്ള മലയാളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ കേരളം സൂര്യ ഉദിക്കണ അണയാണ്, അത് തമ്പുരാൻ്റേതാണ്, നമ്മുടെ വേൾഡിലെ മലയാളികളാണ്. അധ്വാനിക്ക് എൻ്റെ സുഹൃത്തെ, ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംവാദം ഓക്കെയാണ്. പക്ഷേ നമ്മൾ നാക്കുകൊണ്ട് അത് പറയില്ല. കാരണം നമ്മൾ നാക്കുകൊണ്ട് പൊട്ടില്ലേ അത് റെഡിയാക്കി ജനങ്ങളെ രക്ഷിക്കണേലാണ് ഊണ് ഉറക്കമില്ലാതെ എല്ലാവരും. ഇപ്പം ഈ ഇടയ്ക്ക് ഷാർജ റാസൽ കമ്മിറ്റി പാവപ്പെട്ടവർ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒരു ഉപ്പുപ്പ, ഒരു ഹത്തീബാണ്, ഇതിനു വേണ്ടി ഖുർആൻ ഓതയാണ്. അപ്പോൾ അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെതല്ലേ. ഇവിടെ തന്നെ മുല്ലപ്പെരിയാറിന് കുട്ടികൾ താഴ്ന്നപ്പോൾ എത്ര അമ്മമാരാണ് അമ്പലത്തിൽ പോയി ചെയ്തത്, ക്രിസ്ത്യാനി പള്ളി പോയി. ഇതൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ സുഹൃത്തെ? ഇപ്പോൾ തന്നെ ഇത് തുടങ്ങിയപ്പോൾ പോച്ച പറഞ്ഞെന്തരാണ്? പോച്ച എന്താണ് പറഞ്ഞത്? ആരെങ്കിലും പറയുമോ? മുല്ലപ്പെരിയാർ അവിടെ തന്നെ, അതുപോലെ തന്നെ വയനാട്, ഈ സ്ഥലത്തെല്ലാം
നിങ്ങൾ സഹായിക്കണം അല്ലേ? അത് അങ്ങനെ എനിക്ക് തോന്നിയില്ലേ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ്? അതാണ് പോച്ചേ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ രാവിലെ വന്ന് ഏതായാലും മഴയില്ലായിരുന്നു, നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അദ്വാനിയുണ്ട്. അദ്വാനി എത്രയും കാലമായിട്ട് ഇതെല്ലാം നടന്നിട്ടും അദ്ദേഹം ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കാത്തത് നമ്മൾ പറയാൻ പാടില്ല. എങ്കിലും 130 കോടി ജനങ്ങളിൽ അദ്ദേഹം ഒരുവനാണ്. നമ്മൾ എത്രയെല്ലാം പൈസകൾ വാരി കൊടുത്താലും എടുത്താലും, ഇപ്പോൾ എൻ്റെ അടുക്ക ഒരാൾ ചോദിച്ചാണ്, നിങ്ങൾ ഈ നോട്ട് ഇങ്ങനെ വാരി എറിയുന്നത് അദാനി ഇങ്ങനെ കൊടുത്തതിനെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് അദ്ദേഹത്തിൻ്റെ മോനോടുള്ള സ്നേഹം, ഞാൻ ഇത് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടുള്ള സ്നേഹം. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി സാർ, നിങ്ങൾ ലോകത്തിൻ്റെ ഒരു രാജാവാണ്, എവിടെ പോയാലും അങ്ങനെയാണ്. നിങ്ങൾ ഈ കേരളം വന്നൊന്ന് കാണണം. നിങ്ങൾ മക്കളാണ്, നിങ്ങൾ സഹോദരന്മാരാണ്, ജാതിഭേദം നോക്കരുത്. അതുപോലെ അദ്വാനിയും വേണ്ടപ്പെട്ടെല്ലാം വന്ന്, പിന്നെ ഒരു കാര്യം, കേരളത്തിന് അനുവദിക്കാനുള്ള പൈസ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിരിക്കണം. അല്ലെങ്കിൽ തമ്പി അറിയാലോ, ഞാൻ ഡൽഹിയിൽ വന്ന് നിരാരം കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയി പെട്രോളും മണ്ണെണ്ണയും വെച്ച് തീ കത്തിച്ചതാണ്. അത് വേണ്ടെന്ന് ഹിന്ദിക്കാർ പറഞ്ഞ്, അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ തമ്പി വായെ പോത്ത അച്ഛ ആത്മീയെ ഈ ചോട്ട കാര്യം നടത്തരുതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഞാൻ മുല്ലപ്പെരിയാടി പോയി കിടന്നതും അതിൻ്റെ ഇതും വെച്ചിട്ട് ഞാൻ ഇടുന്നതാണ്. പിന്നെ ഒരു പോനാൽ പോകട്ടും പോടാ, இந்த பூமியிலே நிலையால் வாழ்ந்தவன் யாரடா, வந்தது தெரியும் போவதெங்கே வாழ்க்கையே தெரியாது, வந்தவரெல்லாம் இந்த மண்ணில் தங்கிவிட்டா நமக்கு ഇവിടെ ഇട എന്തുണ്ട്, നമുക്കും മേലെ ഒരുവനടാ, അത് നാലും തിരയുന്ന കലഞ്ഞനടാ, കോട്ടയ്ക്ക് പോനാൽ ജയിക്കാതെ അന്ത കോട്ടയിൽ നിരുമ്പയാൽ തിരുമ്പാതെ. മനസ്സിലായില്ലേ? അവിടെ ചെന്നാൽ ഇങ്ങോട്ട് വരാമോ? അപ്പോൾ നല്ലത് വരട്ടെ.